അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ കംപ്ലൈൻ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ വീൽ വയറിങ് പോയതാണ്. അപ്പോൾ വീൽ വയറിങ് എങ്ങനെ മാറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനും മെഷീൻ പുതിയതെടുത്തിട്ട് ആദ്യമായിട്ട് വീൽ വയറിങ് മാറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗപ്പെടും. എല്ലാവർക്കും അല്ല, മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗപ്പെടും. ഒന്ന് കണ്ടു നോക്കി. ഞാനിപ്പോൾ ഇത് കണ്ട് പഠിച്ചാൽ ഇതെങ്ങനെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ സാധാ നമ്മളെ വണ്ടി വർക്ക്ഷോപ്പത്തെ ആൾക്കാരെ കൊടുത്താണ് മാറ്റിപ്പിച്ചത്. ജീപ്പിൻ്റെ ടയറാണ്. അപ്പോൾ അതിൻ്റെ വീൽ വയറിങ്ങാണ് വരിക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ മാറ്റുക എന്നുള്ളത്. ആദ്യം അതിൻ്റെ ഉള്ളിൽ ആ സ്ലീപ്പർ എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് പുതിയതടിച്ച് കയറ്റി ടൈറ്റാക്കി. ഓക്കെ, ഇതൊരു ചെറിയൊരു ഹാമർ എടുത്തിട്ട് മേടിയാണ്ട് 4 ഭാഗം മേടി ടൈറ്റാക്കിയിട്ട് ഫുള്ള് ഗ്രീസ് തേക്കുക. നല്ലോണം ഗ്രീസ് തേക്കുക. ചുറ്റുഭാഗം നല്ലോണം ഗ്രീസ് തേച്ചിട്ട് 2 സൈഡും നല്ലോണം ഗ്രീസ് തേക്കുക. എന്നിട്ട് ഇതാണ് വയറിങ്. ഇതിന് ചെറുതും വലുതും വരും വയറിങ്. 2 വയറിങ്. ഇപ്പോൾ ഒരു വയറിങ് നമ്മൾ ഇട്ടു, കണ്ട, ഒരു വയറിങ് നമ്മളിട്ടു. രണ്ടാമത്തെ വയറിങ് ഇട്ടു. അതിൻ്റെ ആ ബുഷ് ഹാമർ കൊണ്ട് അടിച്ച് കറക്റ്റ് റൗണ്ടാക്കി ഇങ്ങനെ അടിച്ചുകൊണ്ട് റെഡിയാക്കി താത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിറ്റാക്കി. ഇത് സ്പീഡിലെടുത്ത ഷോർട്ടാക്കി എടുക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ഫുൾ വീഡിയോ ആക്കാൻ ഇല്ല, നമ്മൾ ഷോർട്ടാക്കി എടുത്താണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് ഇത് ഫിറ്റാക്കിയതിന് ശേഷം അതിനൊരു നെട്ട് ഉണ്ടാവും, വലിയ റൗണ്ട് നെട്ട്. ആ റൗണ്ട് നെട്ട് അതിമക്ക് ഫിറ്റാക്കുക. അതിൻ്റെ ബക്കത്ത് കൂടിയുള്ള ഗ്രീസൊക്കെ തുടച്ചെടുത്തതിന് ശേഷം അതിനൊരു സ്പാൻഡർ ഉണ്ട്, വലിയ സ്പാൻഡർ. ആ വട്ടത്തിനനുസരിച്ചൊരു സ്പാൻഡർ ഉണ്ടാവും. അത് വർക്ക്ഷോപ്പുകാരുടെ അടുത്തുണ്ടാവും. നമുക്ക് സ്വന്തമായിട്ടും മാറ്റാൻ പറ്റും. ഈ സ്പാൻഡർ കണ്ടോ, ഈ വലിയ സ്പാൻഡർ വെച്ചിട്ടാണ് അത് ടൈറ്റാക്കൽ. 2 നെട്ട് ഉണ്ടാവും, വലിയ നെട്ട് വെച്ചിട്ട് ടൈറ്റാക്കുക. ഇങ്ങനെ നല്ലോണം ടൈറ്റാക്കുക. ഇപ്പോൾ നല്ല എണ്ണം ടൈറ്റാക്കിയിട്ടുണ്ട്. ടയറൊന്ന് കറക്കി നോക്കിയിട്ട് വീണ്ടും ഒന്ന് ടൈറ്റാക്കുക. അതുപോലെ രണ്ടാമത്തെ നെട്ടും നമ്മൾ ഇട്ടു. അതിൻ്റെ അടുത്ത് തന്നെ രണ്ടാമത്തെ നെട്ട് ഇടുക. അതും അതുപോലെ തന്നെ ശരിക്ക് ടൈറ്റാക്കുക. ടയറൊന്ന് കറക്കി നോക്കുക, വീലാടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.